അഡ്വക്കേറ്റ് അരുൺകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചത് ഈ പരിപാടിയിലേക്ക് സർവേ നടത്താൻ യൂത്ത് കോൺഗ്രസുകാരെയും ക്ഷണിക്കുമോ എന്നുള്ളതാണ്. എനിക്ക് സമയം തരണം, കാരണം 10 മിനിറ്റ് ഞാൻ ആദ്യം സംസാരിച്ചു, 30 മിനിറ്റ് അതിനുശേഷം ഈ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി തന്നെ ജനിച്ച 3 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്ക് സമയം തരണം. ഇദ്ദേഹം പറഞ്ഞത് വീടുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്നതാണ്. ഞങ്ങൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, നിരന്തരം വീട് സന്ദർശിക്കുന്നവരാണ്. നിങ്ങളൊരു വീട് സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നല്ലോ മിസ്റ്റർ എൻ ശ്രീകുമാർ. ആ രാഹുൽ മാങ്കൂട്ടിലിന്റെ വിഷയം വന്നപ്പോൾ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധിപ്പിക്കാൻ ഇതാ കോൺഗ്രസുകാർ വീടുകളിലേക്കെന്ന് പറഞ്ഞു. ഒരു 10 വീട് തികച്ച് നിങ്ങൾക്ക് ഒരു വാർഡിൽ കയറാൻ പറ്റിയോ? നിങ്ങൾ ചെന്നപ്പോൾ ആട്ടി ഇറക്കി വിട്ടില്ലേ കേരളത്തിലെ കോൺഗ്രസുകാരെ? ഈ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കാണിച്ച തോന്നിവാസങ്ങൾ വിവരിക്കാൻ നിങ്ങൾ പോയതല്ലേ? അതുപോലെ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ വിദേശത്ത് ജോലി ചെയ്ത് 5-5.5 ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് നാട്ടിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതേ വീട് കയറാൻ പോയില്ലേ? ആ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചിട്ട് ഒരു വീട് പോയിട്ട് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീട് പോലും സന്ദർശിക്കാൻ കഴിയാത്ത കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അതുകൊണ്ട് ഭവന സന്ദർശനത്തിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് വേണ്ട, ക്യാമ്പയിൻ വേണ്ട. ഞങ്ങൾ എപ്പോഴും ഭവനം സന്ദർശിക്കുന്നവരാണ്. ഇന്നുവരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീടുകൾ സന്ദർശിച്ചിട്ടാണ്. കഴിഞ്ഞ നവംബർ മാസം 1-ന് കേരളത്തിലെ മുഴുവൻ വീടുകളും ഞങ്ങൾ കയറി അതിദരിദ്ര നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനം കൃത്യമായി ജനങ്ങളുമായിട്ട് സന്തോഷം പങ്കുവെക്കാൻ മധുരവുമായി ഞങ്ങൾ വീട് കയറിയതാണ്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ പൂർവ്വകാല പ്രാബല്യം പെൻഷന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ 5 കൊല്ലം കൊണ്ട് ഭരണ കാലയളവിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ ഉള്ള കാര്യം ആ 5 വർഷം കാലാവധി തീരുന്നതിന് മുമ്പാണ് നടപ്പാക്കുക. ആ നടപ്പാക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് പൂർവ്വകാല പ്രാബല്യം കൊടുത്ത ചരിത്രം ഈ കേരളത്തിലുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സാമാന്യ മര്യാദയോടുകൂടി പറ. ഇടതുപക്ഷ വിരുദ്ധ തലയ്ക്ക് പിടിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആകല്ലേ. പിന്നെ മിസ്റ്റർ ചേക്കൂട്ടി പറയുക, അരുൺകുമാർ വന്ന് മണ്ടത്തരം പറയുകയാണ് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക്. എന്താ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? നമുക്ക് 1 മാസം മുമ്പല്ലേ കുട്ടികളുടെ ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. കേരളത്തിന്റെ ബുദ്ധിമുട്ട് സർവേ നടത്തി അതിദരിദ്രരില്ലാത്ത 30 മിനിറ്റ് മിണ്ടാതിരുന്നു. ഇത് തന്നെയാ അല്ലല്ല 30 മിനിറ്റ് ഞാൻ ആദ്യം പറഞ്ഞു, 30 മിനിറ്റ് മിണ്ടാതിരുന്ന് ഈ ഇടതുപക്ഷ വിരുദ്ധ കേട്ട ഞാൻ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു അങ്ങയുടെ രാഷ്ട്രീയം ഇതിൽ ഇടപെടും, 2-ാം മിനിറ്റിൽ ഇത് ഇടപെട്ടു. ഇതാണ് മര്യാദകേട്. 30 മിനിറ്റ് ഒരു ഉപചോദ്യം ഇല്ല. ഞാൻ തുടങ്ങിയപ്പോൾ ഉപചോദ്യം ഞാൻ പറഞ്ഞു കഴിയട്ടെ, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് എന്റെ ഫ്രെയിം മാറ്റിക്കോ, ഞാൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിക്കോളാം. ഇടതുപക്ഷ വിരുദ്ധ ഇങ്ങനെ ഇല്ല നുണയും വ്യാജ പ്രചോദനം നടത്തുമ്പോൾ ഒരു ചോദ്യമില്ല. ഞാൻ പറയുന്നു ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം. ഈ ലോകത്ത് തന്നെ അതിദരിദ്രരില്ലാത്ത ഒറ്റ രാജ്യമുള്ളൂ ചൈന. ആ ചൈനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട നാടിന്റെ പേരാ കേരളം. എന്തിയെ? വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തല്ലേ കേരളം. അതുപോലെ 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് കേരളം. 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാം കേരളത്തിന്റെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം ഇടതുപക്ഷമാണ്. കേൾക്ക്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കേൾക്ക്, നിങ്ങൾ കേൾക്ക്. പിന്നെ എന്താ പറഞ്ഞേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോ അതിൽ 3 എണ്ണം ഈ കേരളത്തിൽ നിന്നാ. ഇന്ത്യയിലെ 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു, അതിൽ 21 എണ്ണം ഈ കേരളത്തിൽ നിന്നാ. അത് മാത്രമല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ നേട്ടം, കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് 81 ലോക രാജ്യങ്ങളിലെ 2620 കുട്ടികളാ. ഈ കുസാറ്റിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി 60ഓളം ലോകരാജ്യങ്ങളിലെ 1587 കുട്ടികളാ. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറും. നിങ്ങൾ കാണില്ല, വായിക്കില്ല, കാരണം മനോരമ മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ ചോദിച്ചല്ലോ PSC, ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമത്തിന്റെ 50.24 ഈ കേരളത്തിലെ പകുതിയിലധികം. എന്നിട്ടൊക്കെ പറയാണ് കേരളത്തിൽ ഒന്നുമില്ല. അങ്ങ് ചോദിച്ചല്ലോ ഒരു ചോദ്യം. ഇതേ പബ്ലിക് പോർട്ടലാ, ആർക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം. ഇത് എത്ര നാള് മുമ്പ് പബ്ലിഷ് ചെയ്താണ് ഈ വാർത്തകൾ. 10/10 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് അതിന്റെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നതാ. ആർക്കും രജിസ്റ്റർ ചെയ്യാം. ഈ 4 ലക്ഷം പേർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെന്ന് ആർക്കും അറിയില്ല. സന്നദ്ധ സേവകരാണ്, സ്വയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ്, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. എന്നിട്ട് പറയാ ഒരു IAS കാരൻ ആരാ വന്നേന്ന്? മിസ്റ്റർ എൻ ശ്രീകുമാർ, അത്യാവശ്യം നോളജ് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക്. അങ്ങേക്ക് ഒരുപാട് രാഷ്ട്രീയ നിലവാരം നോളജ് ഉണ്ടാകാം, അതെല്ലാം ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ച് സത്യം മറച്ചു വെക്കുക. സംസ്ഥാനതല ഉപദേശക സമിതി
ഡോക്ടർ എ ജയതിലക് IAS ചീഫ് സെക്രട്ടറി, ഡോക്ടർ KM എബ്രഹാം IAS മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ശ്രീ K ജയകുമാർ, ഡോക്ടർ സജി ഗോപിനാഥ് സംസ്ഥാനതല ഉപദേശക സമിതി, അതുപോലെ സംസ്ഥാന നിർവ്വഹണ സമിതി. കൃത്യമായി ഇതെല്ലാം ഈ ഗവൺമെന്റ് ഉത്തരവിലുണ്ട്. എന്താണ് പദ്ധതി, എന്താണ് പഠനം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആരൊക്കെയാണ് പോകേണ്ടത്, പഠനത്തിന് പോകുന്നവരുടെ ട്രെയിനിങ്, അവർ പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയമാണ് പരിശോധിക്കേണ്ടത്, ഈ ഗവൺമെന്റ് ഉത്തരവ് കൃത്യമായി വായിച്ചു നോക്കിയാൽ ഈ ചർച്ചയിലിരിക്കുന്ന 3 രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതിന്റെ ബേസിക് മനസ്സിലാവും. എന്നിട്ട് വന്ന് ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ചിട്ട് CPM വീട് കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം. ഞങ്ങൾ ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത്, അവിടെ കണ്ണീരൊപ്പാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മിസ്റ്റർ 91 സീറ്റിൽ നിന്ന് ഞങ്ങൾ 99 മാറിയത്, 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറിയത്. നിങ്ങളിപ്പോ പറയുന്നു നിലമ്പൂര്, പാലക്കാട് കെട്ടിപ്പിടിച്ചിരുന്നോ? പക്ഷേ ഈ 9.5 വർഷമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് ശരിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആരോപണം നിങ്ങൾ കൊണ്ടുവന്നെല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയില്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ആദ്യത്തെ 30 വർഷം കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 6 വർഷമാണ് ഞങ്ങൾ കേരളം ഭരിച്ച, 24 വർഷം നിങ്ങൾ. എന്നാൽ അവസാനത്തെ 30 വർഷം ഞങ്ങൾ 20 കൊല്ലം ഭരിച്ചു, ഇനിയും ഞങ്ങൾ ഭരിക്കും. കാരണം കൃത്യമായി പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ശ്രീ ചേക്കൂട്ടി കേരളത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കണം. ശരി, അങ്ങ് പറയുന്ന ഭാഷയും അവരൊക്കെ പറഞ്ഞ വിമർശനങ്ങളുടെ ഭാഷയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അങ്ങ് എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത്? അവർ പറയാനുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിൽ ഇവരൊന്നും പഠിക്കാത്തവരും അങ്ങ് മാത്രം പഠിച്ചവനുമാകുന്നു. ശരി, ജനം വിലയിരുത്തട്ടെ. കേരളവും അമേരിക്കയും തമ്മിലുള്ള താരതമ്യമൊക്കെ നടത്തുമ്പോൾ ഇവിടുന്ന് ചികിത്സയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇനി ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു 9 വർഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ 10 വർഷത്തെ നേട്ടമാണെന്ന് ചൊല്ലി ഞാൻ കണക്കങ്ങോട്ട് പറയാൻ പോവുകയാണ്. ഈ ദാരിദ്ര്യമുക്തമാണ്, അതിദാരിദ്ര്യം മുക്തമാകുന്നു എന്ന് പറഞ്ഞല്ലോ. കണക്കുകൾ ഞാനൊന്ന് പറയാം. 2021 സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞു അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇങ്ങനെയൊരു കാര്യം വയ്ക്കുകയാണ്. പക്ഷേ 2021 ബജറ്റിൽ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു കാര്യം അന്നത്തെ ബജറ്റിലില്ല. 2022, 2023 ഹെഡ് ഓപ്പൺ ചെയ്തു, പക്ഷേ നയാ പൈസ വച്ചിട്ടില്ല. ഞാൻ ബജറ്റിലെ ഡോക്യുമെന്റ്സ് ആണ് വായിക്കുന്നത്. 2023-24 50 കോടി രൂപ നീക്കിവെച്ചു. അതായത് ഹെഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു, 50 കോടി രൂപ നീക്കിവെച്ചു. പക്ഷേ ചെലവഴിച്ചത് 16.43 കോടി മാത്രമാണ്. 2024-25 ബജറ്റിൽ 50 കോടി രൂപ നീക്കിവെച്ചു. അത് എത്രത്തോളം ചെലവഴിച്ചു എന്നുള്ളത് അടുത്ത ബജറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴേ അറിയുള്ളൂ. 25-26 പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡാഷ്ബോർഡിൽ കാണിക്കുന്നത് 60 കോടി നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നവംബർ 1 പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ എത്ര രൂപ നിലവിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. 16.43 എന്നതിന് രേഖയുണ്ട്. 24-25 50 കോടി നീക്കി വെച്ചിൽ എത്ര എന്ന് അറിയില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഇത് പറയുമ്പോൾ 1000 കോടി ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ കണക്കുകൾ? ഈ കണക്കുകൾ കൊണ്ട് ആളുകളെ പറ്റിക്കാമോ? ഇതൊക്കെ ഇവിടെയുള്ള രേഖകളാണ്. രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറഞ്ഞത്. അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറയുന്നിടത്താണ് ഈ കണക്കുകൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ തുക പോലും ചെലവഴിച്ചിട്ടില്ല. മറുപടി പറഞ്ഞു. താങ്കൾ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്ന ഭാഷയിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന്. ഞാൻ വളരെ നല്ല ഭാഷയിൽ സൗഹൃദത്തിൽ തന്നെയാണ് തുടങ്ങിയത്. എൻ്റെ ഭാഷയുടെ ശബ്ദത്തിൽ വേരിയേഷൻ വരാൻ കാരണം താങ്കളാണ്. കാരണം 30 മിനിറ്റ് ഇവർ പറയുന്ന എല്ലാ തെറ്റുകളെയും കേട്ടിരുന്ന ഞാൻ ആ സമയത്ത് ഒരു ഉപചോദ്യമില്ല. താങ്കൾ അല്ല, ഇതാണ് കുഴപ്പം. ഇതാണ് CPM പ്രതിനിധി പറയുമ്പോ നിങ്ങൾക്ക് ഉപചോദ്യമേ ഉള്ളൂ. CPM പ്രതിനിധി എന്നാ നിങ്ങൾ തന്നെ പറ. 30 എന്ന് പറയുന്നത് ഒന്നാമത് തെറ്റാണ്. 1 മണിക്കൂർ ചർച്ചയല്ലേ? അങ്ങേക്ക് അറിയാമല്ലോ 3 ഇടവേളകളുണ്ട്. ഇടവേളകളിലേക്ക് പോയ സമയം തുടക്കത്തിൽ 10 മിനിറ്റിൽ അപ്പുറം നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു അല്ലേ? 7:10 വരെ 7:40 ഞാൻ തിരിച്ചു വരുന്നത്. അതുവരെ 30 മിനിറ്റ് ഇവർ പറയുന്നു കേട്ടു. പരസ്യം ചിലപ്പോൾ കുറച്ചോ, പക്ഷേ ആ സമയത്ത് ഒരു ഉപചോദ്യമില്ല. എത്ര മണ്ടത്തര ഇവർ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ എത്ര വിവരക്കേട് പറഞ്ഞു. ആ സമയത്തും താങ്കൾ ഒരു ഉപചോദ്യം ഇല്ല. എനിക്ക് ഏത് ഉപചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ തയ്യാറായി താങ്കൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള വലിയ കരുതലുണ്ടല്ലോ. ഒറ്റ മിനിറ്റ് അതെ
ഒറ്റ മിനിറ്റ്. CPM പ്രതിനിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും താങ്കൾ ഇടപെടുന്ന ഒരു കരുതലുണ്ടല്ലോ, ആ കരുതൽ ആർക്കു വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ബോധ്യപ്പെടും. അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഒറ്റ കാര്യം അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി 64,004 പേർ കൃത്യമായി അവർക്ക് വീടില്ലാത്ത എത്ര പേർക്ക് വീട് കൊടുത്തു? അവരുടെ വീട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേർക്ക് പുനർനിർമ്മിച്ചു കൊടുത്തു? രേഖകളില്ലാത്തവർക്ക് എത്ര രേഖ കൊടുത്തു? അവർക്ക് പട്ടിണിയുള്ള വീട്ടുകളിലേക്ക് എത്ര രൂപ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിറ്റും അവരുടെ ഭക്ഷണം ഉറപ്പുവരുത്തി? ഇതെല്ലാം എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്, രേഖകൾ ചർച്ച ചെയ്ത കുറെ വിദഗ്ധന്മാർ വന്നല്ലോ. ആ വിദഗ്ധന്മാർ സർവേ കുറെ സംശയം ഉന്നയിച്ചല്ലോ. നമ്മുടെ മന്ത്രി വളരെ കൃത്യമായി എന്നാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചത്, എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് എന്താ ഇപ്പോൾ പറഞ്ഞത്? ഈ ചർച്ചയിൽ പങ്കെടുത്തവരും പറഞ്ഞല്ലോ, സർവേ നടത്താൻ ദേശീയ സർവേ ഏജൻസി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സർവേ ഏജൻസി, ഞങ്ങളുടെ സർവേ നടത്തുന്ന ജനങ്ങളാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ചിരുന്ന് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും തീരുമാനിക്കുക. അവരാ തീരുമാനിച്ചത് ഇന്ന ആളുകൾ അതിദരിദ്രരാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിൽ ഗ്രാമസഭ തീരുമാനിച്ചു കൊടുത്ത ലിസ്റ്റ്, അതിന് പ്രത്യേക പഠനമൊന്നും വേണ്ട, വലിയ സർവേ ഒന്നുമല്ല. ജനങ്ങളാണ് ഈ നാടിന്റെ പരമാധികാരി. ആ ജനാധിപത്യത്തിനാണ് ഊന്നൽ. ആ ഊന്നലിലൂടെ വന്ന കൃത്യമായിട്ടുള്ള ജനങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അന്നേരം മാധ്യമങ്ങൾ എന്താ ചെയ്തത്? ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളൂടെ പുറത്തുണ്ട്, വന്നോട്ടെ. ഈ കേരളത്തിൽ അത്തരത്തിൽ അതിദരിദ്രം ഉണ്ടാക്കാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് 1000 കോടിയുടെ കണക്ക് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ കൃത്യമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓരോ ഹെഡിലും ചെലവഴിച്ച തുകയെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മനോരമയുടെ ഫസ്റ്റ് പേജിൽ വരുന്ന ദിവസം അതെ മനോരമ കൊണ്ടുവന്ന മാസപ്പടിയെ മാസപ്പടി സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടിട്ടുണ്ട്. ആ മാസപ്പടിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേരളം കാണുന്നുണ്ട്. അതുകൊണ്ട് എത്ര ദിവസവും നിങ്ങൾ ചർച്ച ചെയ്തോ? വി.ഡി. സതീശന്റെ പത്രസമ്മേളനം നടത്താനാണെന്ന് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കട്ടെ, എന്തും നടന്നോട്ടെ, ഏത് ഏജൻസിയും CBI CBI ED NIA നിങ്ങൾ അറിയില്ല, CBI ED NIA കസ്റ്റംസ് ആദായ നികുതി വകുപ്പ് FSIO എല്ലാവരും ഉണ്ടല്ലോ കേരളത്തിൽ. ഏതെങ്കിലും ഒരു തെളിവിന്റെ തുമ്പ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ LDF ഗവൺമെന്റിനെതിരെ, നേതാക്കന്മാർക്കെതിരെ, നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കെതിരെ? നിങ്ങൾ ചർച്ച ചെയ്ത് അന്വേഷണം പാതി വഴിയിൽ നിന്നു. ആ നിന്നതിന്റെ കാര്യം എന്താണെന്നാണ് ചോദ്യം. മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി. നിങ്ങൾ ഗവേഷണം നടത്താൻ നിങ്ങൾക്കല്ലേ സ്പെഷ്യൽ മുഖ്യമന്ത്രി പറഞ്ഞേ. നമ്മൾ കണ്ടില്ലല്ലോ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി. അത് ശരിയാണ്, അത് സമ്മതിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി, സമ്മതിച്ചു. സമ്മതിച്ചു. അതല്ലല്ലോ വേറെ അന്വേഷണം. ജനീവെ പോണം, ഹേഗിൽ ഒരു കോടതി താങ്കൾക്കും പോകാം. ഹേഗിൽ ഒരു കോടതി ഉണ്ട്, ചെല്ല്. എന്തൊക്കെയാണ് വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് മുകളിലൊരു കോടതി കേരളത്തിലില്ല. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കരുത്. അതിനുശേഷം ചില സാമ്പത്തിക വിദഗ്ധർ വരും, ചില സംശയം വരും. ആ സംശയത്തിന് എത്ര മറുപടി കിട്ടിയാലും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ചർച്ചയിൽ കുറെ ആള്, കേരളത്തിന്റെ നേട്ടം എവിടെയാണെന്ന് ആ ജനങ്ങളിലേക്ക് ഇറങ്ങും, അപ്പൊ കാണാൻ പറ്റും. ശരി, ജനങ്ങളിലേക്ക് ഇറങ്ങൂ. ശരി, ജനങ്ങളിലേക്ക് ഇറങ്ങി സർവേ നടത്തും. ഒരൊറ്റ ചോദ്യം, അരുണിനോട് ഒരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. അതിന് ഉത്തരം ഇടവേളയ്ക്ക് ശേഷം പറയൂ അദ്ദേഹം. ചോദിച്ചോളൂ. ആ പ്രശ്നം എന്താ വെച്ചാൽ അരുൺ പറഞ്ഞു ഇങ്ങനെ ദരിദ്രരില്ലാത്ത ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ കേരളമാണെന്ന് പറഞ്ഞു. അരുൺ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, ലോകത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി നടപ്പാക്കുന്ന അതിദരിദ്രരില്ലാത്ത ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ സംരക്ഷണം കിട്ടുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് ഒരു ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മരണം വരെ പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് ആ വ്യക്തിക്ക്. അതുപോലെ തന്നെ ഫ്രം ഹെയർ ടു നെയിൽ, മുടിനാര് മുതൽ നഖം വരെയുള്ള ആ വ്യക്തിയുടെ സംരക്ഷണം അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ എല്ലാം കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ്. വെൽഫെയർ സ്റ്റേറ്റുകളാണ്.
അവിടെ ഒന്നുമില്ലാത്ത അതിദാരിദ്ര്യം, അവിടെയൊക്കെ അതിദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. കേരളത്തിലും ചൈനയിലും മാത്രമില്ല. ഏത് കണക്ക് വെച്ചിട്ടാണ് അവരുടെ ഇതൊക്കെ പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നത്? അവർക്കൊരൊറ്റ കാര്യമുള്ളൂ, അവരിത് കൊട്ടിഘോഷിക്കാറില്ല. അത് അവരുടെ കടമയാണ്, അത് അവർ ചെയ്യും. അത് ലോകത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ ദാരിദ്ര്യവും ഇല്ല അതിദാരിദ്ര്യവും ഇല്ലാത്ത രാജ്യങ്ങൾ അവരിത് കൊട്ടിഘോഷിക്കുന്നില്ല. ആണ്ടി വലിയ അടികാരനെന്ന് ആണ്ടി പറയുന്നില്ല. അത് പറയാതിരിക്കാനുള്ള വകതിരിവും അത് പറയാതിരിക്കാനുള്ള മര്യാദയും മാന്യതയും അവർക്കുണ്ട്. ഇവിടെ അതല്ല, നേരെ തിരിച്ചെന്നിട്ട് അവരെ പോലും വെല്ലുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരോടായി പറയുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.